കൂട്ടുകാരെ, 4-5 ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഒന്നും ജോലി കൂടുതൽ കൊണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു മത്തങ്ങ പുളിങ്കറി ചെയ്യാമല്ലോ എന്ന് കരുതിയാണ്. മത്തങ്ങ പുളിങ്കറി അങ്ങനെ വല്ലവരും വെക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല. ഒരു പഴയ ഒരു കറിയാണ്. എൻ്റെ മദറിൻലോ ഒക്കെ ഉള്ളപ്പോൾ അവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും ചെയ്യാമല്ലോ എന്ന് കരുതിയാണ്. ഒരു മത്തങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മത്തങ്ങയാണ്, നല്ല വിളഞ്ഞ മത്തങ്ങ വേണം ഇതിന്, ചെറുതാണ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് മത്തങ്ങ പുളിങ്കറി ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിത് കുക്കറിനകത്തിട്ടാണ് ഒരു 2 വിസിലിട്ട് വേവിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ചെറുതായിട്ട് തോല് കളയാണ്. ഇതിപ്പോൾ ഇച്ചിരി നല്ലപോലെ വിളഞ്ഞതായ കാരണം തോലിന് കട്ടി കാണും ഇത്. അപ്പം നമുക്ക് ഈ തോലൊക്കെ ചെത്തി എടുത്തിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. ഇതിതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഭയങ്കര പാടായത് വിളഞ്ഞതായ കാരണം. നമുക്ക് അത്ര വേണം അത്ര എടുക്കാം ആവശ്യത്തിന്. അപ്പം ഞാൻ ഇത്ര എടുക്കുന്നുള്ള. നമുക്കിതൊന്ന് തോല് ചെത്താം. ഇങ്ങനെ തോല് ചെത്തിയെടുക്കാം. ഇതിതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഭയങ്കര പാടായത് വിളഞ്ഞതായ കാരണം. നമുക്ക് അത്ര വേണം അത്ര എടുക്കാം ആവശ്യത്തിന്. അപ്പം ഞാൻ ഇത്ര എടുക്കുന്നുള്ള. നമുക്കിതൊന്ന് തോല് ചെത്താം. ഇങ്ങനെ തോല് ചെത്തിയെടുക്കാം. മത്തങ്ങ അങ്ങനെ തോല് എത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരിഞ്ഞിട്ട് കഴുകി, ഞാൻ കഴുകുന്നത് അരിഞ്ഞിട്ട് കഴുകി നമുക്ക് കുക്കറിനകത്തോട്ട് ശകലം ഉപ്പും കൂടി ഇട്ടതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് ഇത്. അടുത്തതായിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കതും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഒത്തിരി വലുതും വേണ്ട, ഒത്തിരി ചെറുതും വേണ്ട, ഒരു ഈ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് ഒരു തക്കാളിയാണ്. നമ്മൾ പുളി ചേർക്കുന്നുണ്ടെങ്കിലും പുളിങ്കറി ആണെങ്കിലും ഇതിന് ഒരു തക്കാളി ചേർക്കണം നമ്മൾ കേട്ടോ. എന്നാലേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. തക്കാളി നമുക്ക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഒരു തക്കാളി വേണം. നമ്മുടെ മത്തങ്ങ അവിടെ വിസിൽ കൂകിയിട്ടുണ്ട്. ഒരു വിസിലും കൂടെ വരട്ടെ, 2 വിസിലും മതി. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള മൂക്കാൻ ആവശ്യമായ ഉപ്പ് ശകലം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ഇച്ചിരി ഉപ്പ് മതി, ശകല ഉപ്പ്. നമ്മുടെ സവാള ഒന്ന് മൂക്കുക.
ഇതിനകത്തോട്ട് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഏറെ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. സവാളയെല്ലാം അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. ആദ്യമായിട്ട് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരിയാണ്. കാശ്മീരി ചില്ലി ആയ കാരണം ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്. എനിക്ക് എരിവ് കാണത്തില്ല. 2 സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു അതേ അളവിൽ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. വേറെ ഒരു പൊടിയും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. ഒരു മസാലകൾ ചേർക്കുന്നില്ല. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടൊന്ന് ഇളക്കാം. പീസായിട്ട് കടിക്കാനൊന്നും ഇത് വേണ്ട. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്തോട്ട് ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. വെള്ളം ചേർക്കാം. മസാലയൊക്കെ വേകണമല്ലോ. അപ്പം ഞാൻ ആ മത്തങ്ങ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം തന്നെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഒന്ന് തിളക്കട്ടെ. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. ഇതിനോട്ട് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടെ വേണം. വെള്ളം ഇത് തികയത്തില്ല. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പുളി ചേർക്കണം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് ആ പുളി വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. പുളിയൊക്കെ അവരവരുടെ ആവശ്യാനുസരണം എടുക്കാമേ. ഇവിടെ ടോട്ടലി എല്ലാവർക്കും പുളി കുറവായ കാരണം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ പുളിക്കുളമ്പാണെന്ന് പറഞ്ഞാലും കുറച്ച് പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിങ്ങനെ പുളി ഇവിടെ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കറി ഒന്ന് തിളച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മുടെ മത്തങ്ങ എല്ലാം വെന്തതാണ്. പിന്നെ ഒന്ന് തിളച്ചാൽ മതി കറിയെ. നമ്മൾ ഇതിനകത്തോട്ട് പുളി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് പുളി ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കണം. നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ പഴയ കറികളൊന്നും ഇപ്പോൾ ആരും അങ്ങനെ വെക്കത്തൊന്നും ഇല്ല. അപ്പം ഇതൊക്കെ ഒരു നല്ല ടേസ്റ്റാണിത്. മത്തങ്ങ ഒന്നും പിള്ളേർ കൂട്ടത്തൊന്നുമില്ല. അഥവാ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൽവായോ അങ്ങനെ വല്ല സ്വീറ്റ് വല്ലതും ചെയ്യുവാണെങ്കിൽ കഴിക്കുള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെ നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകും ഉപ്പും എരിവും എല്ലാം കറക്റ്റിനുണ്ട്. അപ്പം നമുക്ക് ഇത് ലാസ്റ്റിൽ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരിച്ചിരി വെല്ലം ഇട്ട് കൊടുക്കണം. നമ്മൾ ശകലം പുളി ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ശകലം വെല്ലം ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, ഞാൻ വെല്ലം ചേർക്കുന്നത് വീഡിയോ റെക്കോർഡായില്ല. എന്തോ പറ്റി അതങ്ങ് ഓൺ ചെയ്യാൻ മറന്നുപോയി. പിന്നെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാമേ. 2 തണ്ട് കരിവേപ്പിലയും കൂടെ എൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.
ബൈ ബൈ.